Yeah. Yeah. Hello guys, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ് ChatGPT എന്നുള്ളതാണ്. ChatGPT എന്താണ്? അതുപോലെ തന്നെ അതിന്റെ ബിഹൈൻഡിലുള്ള ടെക്നോളജി എന്താണ്? എന്തുകൊണ്ടാണ് ഈ ഒരു ChatGPT വർക്ക് ചെയ്യുന്നത്? അതുപോലെ തന്നെ ChatGPTയുടെ ഒരു ഡെമോൺസ്ട്രേഷൻ എങ്ങനെ നിങ്ങളുടെ ലൈഫ് ഈസിയർ ആക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ChatGPT എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോട്ട് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ. അതായത് നമ്മുടെ ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ട് ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഓക്കെ ഗൂഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ചാറ്റ് ബോട്ട് ഗൂഗിളിൻ്റെ ചാറ്റ് ബോട്ട് വരും. അതുപോലെ തന്നെ നമ്മൾ അലക്സ പറയുമ്പോഴത്തേക്കും ആമസോണിൻ്റെ അലക്സ വരും. അതുപോലെ തന്നെ നമുക്ക് സിറി ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഓരോ ചാറ്റ് ബോട്ട്സ് ആണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് ഒരുപാട് ചാറ്റ് ബോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ വരുന്ന ഒരു ചാറ്റ് ബോട്ട് ആണ് ഈ ChatGPT എന്ന് പറയുന്നത്. എന്താണ് ഈ ChatGPT ബാക്കിയുള്ള ചാറ്റ് ബോട്ട്സും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഗൂഗിളിലോ ആമസോണിലോ അലക്സയിലോ സിറിയിലോ ഏതെങ്കിലും നമ്മൾ സെർച്ച് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ലിങ്ക്സും ഒരുപാട് വീഡിയോസും ഒക്കെ നമുക്ക് തരും. എന്തിനാണ്? നമുക്ക് ഇതിൽ നിന്നുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ആണ് അവർ തരുന്നതെങ്കിലും നമുക്ക് ഇതിന്റെ ഒരു ആക്യുറേറ്റ് ആയിട്ട് ആൻസർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് ലിങ്ക്സിൻ്റെ അകത്ത് പോയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മൾ തന്നെ സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം ഏതാണ് ബെറ്റർ ആൻസർ എന്നുള്ള. അതിനെല്ലാം മറികടക്കാനാണ് ഈ ഒരു ChatGPT പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സാക്ട് ആൻസർ നിങ്ങൾക്ക് തരും. റാദർ ദാൻ ഗോയിങ് ടു ഡിഫറെൻറ്റ് ലിങ്ക്സിലും വീഡിയോസിലും പോകുന്നതിന് പകരം നിങ്ങൾക്കൊരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ഈ ഒരു ChatGPT നിങ്ങൾക്ക് തരും. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്കൊരു നമ്പർ ഓഡാണോ ഈവൻ ആണോ കണ്ടുപിടിക്കേണ്ട ഒരു പൈത്തൺ പ്രോഗ്രാം എഴുതണം. നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കോഡ് ഫോർ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് വെദർ എ നമ്പർ ഈസ് ഓഡ് ഓർ ഈവൻ എന്ന് നിങ്ങൾ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് അതിൻ്റെ കോഡ് ഉൾപ്പെടെ എല്ലാം തരും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങളുടെ ലൈഫ് എത്രമാത്രം ഈസി ആവും. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കോഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് നിങ്ങൾ അതിൻ്റെ അകത്ത് എന്താണ് സിൻടാക്സ് എറർ എന്ന് വരെ അതിൻ്റെ അകത്ത് കണ്ടുപിടിച്ചിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുള്ള കോഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇതാണ് ഈ ഒരു ChatGPT എന്ന് പറഞ്ഞത്. ഇനി ഈ ChatGPTയുടെ ബിഹൈൻഡിലുള്ള ടെക്നോളജി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ChatGPTയുടെ ബിഹൈൻഡിലുള്ള ടെക്നോളജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് NLP എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജ്, നമ്മുടെ ഈ ഒരു ഹ്യൂമൻ ലാംഗ്വേജ് മെഷീൻ അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ലാംഗ്വേജിലോട്ട് മാറ്റുന്നതിന് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വേർഡ്സ്, അതായത് നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതിൻ്റെ ഒരു ഫ്രീക്വൻസി വെച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഓരോ വേർഡ്സിൻ്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് അതിൻ്റെതായ റിസൾട്ട്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അതാണ് ഈ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ChatGPTക്കകത്ത് മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റാസ് ആണ് ഈ ഒരു NLP വഴി കൊടുത്തിട്ടുള്ളത്, ഈ ഒരു ട്രെയിനിങ് മോഡലിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതോടെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ, ഇഷ്ടം പോലെ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ChatGPTയെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മെയിൻലി വേറൊരു ടെക്നോളജി ഇതിൻ്റെ അകത്തുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു AI എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ 2 തരമായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, 3 തരമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതായത് സൂപ്പർവൈസ്ഡ് ലേണിംഗ്, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്. ഈ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നതിൻ്റെ ആൻസർ ഇന്നതാണ്, ഇന്നതിൻ്റെ ആൻസർ ഇന്നതാണെന്നുള്ളത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡലിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഡേറ്റ, നമ്മൾ കുറേ ഡേറ്റ, മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ നമ്മൾ അതിൻ്റെ അത് കൊടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് അതിൻ്റെ പാറ്റേൺസ് കണ്ടുപിടിച്ചിട്ട് അതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഓരോന്നും അതിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ. സൂപ്പർവൈസ്ഡ് ലേണിംഗിലാണെന്നുണ്ടെങ്കിൽ ലേബിൾഡ് ഡേറ്റ ആയിരിക്കും, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിലാണെങ്കിൽ അൺലേബിൾഡ് ഡേറ്റ ആയിരിക്കും. ലേബിൾഡ് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നതിൻ്റെ ആൻസർ ഇന്നതാണെന്ന് അതിന് ഓൾറെഡി പഠിപ്പിച്ചു കൊടുക്കും. അൺസൂപ്പർവൈസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ കൊടുക്കും, അത് തന്നെ സ്വന്തമായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഏതൊക്കെ തരത്തിൽ വരും, ഇന്നൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണെന്ന് അത് സ്വന്തമായിട്ട് പ്രിഡിക്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് അൺസൂപ്പർവൈസ്ഡ്. ഇനി റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെയാണ്. ഓക്കെ, അതിനൊരു പോസിറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കും, ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കും കൊടുക്കും. നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു കാർ ഓടിക്കണം, ടെസ്ലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ആണ്. അതായത് അത് സ്വന്തമായിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, സ്വന്തമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന ട്രാക്കിൽ കൂടെ പോയാൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്തിന് ഒരു വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പോൾ അത് വീണ്ടും പഴയതുപോലെ വന്നിട്ട് വീണ്ടും പഠിക്കുക. അതിനെ ഏത് തരത്തിൽ പോയാൽ അത് ഇടിക്കാതെ പോവും. അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ച് ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കും ഒരു നെഗറ്റീവ് ഫീഡ്ബാക്കും റിവാർഡ്സ് രീതിയിലാണ്. ഈ ഒരു പോസിറ്റീവ് റിവാർഡ്സും കൊടുക്കും, നെഗറ്റീവ് റിവാർഡ്സും കൊടുക്കും. അതിന് ബേസ് ചെയ്തിട്ട് അത് സ്വന്തമായിട്ട് അതിനെ പഠിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ChatGPTയിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സൂപ്പർവൈസ്ഡ്
യൂസ് ചെയ്യണമെന്നുണ്ട്, അൺസൂപ്പർവൈസ്ഡ് യൂസ് ചെയ്യണമെന്നുണ്ട്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗും പഠിക്കുന്നുണ്ട്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്തിനാണ് പഠിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ അകത്ത് ഓരോന്നും ചോദിക്കും, അതിന് ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് റിപ്ലൈ തരും. ഇത് തന്നെ വീണ്ടും അതിനെ ട്രെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ഈ ChatGPTയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ChatGPTയുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ബിഹൈൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, സൂപ്പർവൈസ്ഡ്, അൺസൂപ്പർവൈസ്ഡ്, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ChatGPTയുടെ ബിഹൈൻഡിൽ വരുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അടുത്ത് ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ നിങ്ങളുടെ ലൈഫ് ഈസിയർ ആക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് എങ്ങനെ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എങ്ങനെ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് തുടങ്ങാന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം എനിക്ക് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ChatGPT എന്ന് പറയുന്നത് ഓപ്പൺ AI അണ്ടറിൽ വരുന്ന ഒരു AI ടൂളാണ് ChatGPT എന്ന് പറയുന്നത്. ഇതൊരു എലോൺ മസ്കിന്റെ, ഓപ്പൺ AI എന്ന് പറയുന്നത് എലോൺ മസ്കിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇതിന്റെ അണ്ടറിൽ വരുന്ന ഒരു AI ടൂളാണ് ChatGPT. ഓക്കെ, ഈ ഒരു ChatGPT വന്നിട്ട് നവംബറിലാണ് ഇത് റിലീസ് ചെയ്തത്. ഇത് റിലീസ് ചെയ്ത 5 ദിവസത്തിന്റെ അകത്ത് തന്നെ 1 മില്യൺ യൂസേഴ്സ് ആണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാൻ ഇത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ഉപയോഗിക്കാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് നമ്മൾ openai.com എന്ന് പറയുന്ന സൈറ്റിലോട്ട് പോവുക. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. openai.com എന്ന് പറയുന്ന ലിങ്കിലോട്ട് നിങ്ങൾ പോവുക. അതിനുശേഷം നിങ്ങളിവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും API റിസർച്ച് ബ്ലോഗ് എബൌട്ട്. ഓക്കെ, ഇനി നിങ്ങളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇൻട്രൊഡ്യൂസിങ് ChatGPT റിസർച്ച് റിലീസ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ തന്നെ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നുണ്ട്. അവിടെ നമ്മൾ പോയിട്ട് ട്രൈ എന്ന് പറഞ്ഞ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് കിട്ടുന്നത്. അവിടെ ലോഗിനും സൈനപ്പും ഉണ്ട്. ഇതിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യണം. സൈനപ്പിൽ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കണം. അതിനുശേഷം നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ വരും. ഓക്കെ, ഇമെയിൽ IDയിൽ ഒരു വെരിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കണം. അത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരും. അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ I am not a robot കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക, കണ്ടിന്യൂ. അതിനുശേഷം നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ഇന്റർഫേസിലാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഈ ഒരു ChatGPT എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് കാണാം സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ UI ആണ്. ഇവിടെ നിങ്ങൾക്ക് ന്യൂ ചാറ്റ്, ഇവിടെ ലൈറ്റ് മോഡ് ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് മോഡ് വരും. അതിനുശേഷം ഡിസ്കോഡ് കൊടുത്തിട്ടുണ്ട്, ലോഗൗട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയും നിങ്ങളുടെ ലൈഫ് ഈസിയർ ആക്കാമെന്നാണ്. ഓക്കെ, ഇത് ഈസി ആക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. വാട്ട് ഈസ് ChatGPT? ഓക്കെ, ChatGPT ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പോൾ ഇത് ഇവിടെ നിങ്ങൾക്ക് ആക്യുറേറ്റ് ആൻസർ ആണ് നിങ്ങൾക്ക് എഴുതി തരുന്നത്. ChatGPT is a large scale language model developed by OpenAI. It is trained on a diverse range of internet text and designed to generate human like text in response to give prompt. Okay, it can be used for variety of natural language processing tasks such as text completion, translation and conversation. Okay, ഇനി ഞാനിത് ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത് നോക്കാം. What is ChatGPT? കേട്ടോ, ഒരുപാട് ലിങ്ക്സും വീഡിയോസും എല്ലാം വരുന്നു. നമുക്ക് ഇതിനെക്കാട്ടി ഏറ്റവും എളുപ്പമല്ലേ നമുക്കൊരു ആക്യുറേറ്റ് ആൻസർ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നെങ്കിൽ. അതുപോലെ തന്നെ ഇപ്പോൾ കോഡ് ഫോർ പൈത്തൺ പ്രോഗ്രാം ടു ഫൈൻഡ് എ നമ്പർ ഈസ് ഈവൻ ഓർ ഓഡ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കോഡ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നതായിരിക്കും. അതായത് ഒരു നമ്പർ നമുക്ക് ഇൻപുട്ട് എടുക്കും, പിന്നെ അതിനുശേഷം നമ്പർ ഡിവൈഡഡ് ബൈ 2 ചെയ്യും. അത് ഈക്വൽ ടു 0, റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഈവൻ, ഇല്ലെന്നുണ്ടെങ്കിൽ ഓഡ്. അതുപോലെ തന്നെ ആ ഒരു കോഡിനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിനും ചെയ്തു തരും. എന്താണ് ആ ഒരു കോഡിൽ എഴുതിയിരിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇനി ഞാൻ ഈ സെയിം സാധനം, ഓക്കെ, ഈ ഒരു സെയിം സാധനം ഞാനിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ലിങ്ക്സ് നിങ്ങൾക്ക് വരും. ഈ ലിങ്ക്സിൽ നിന്ന് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ എഴുതണം. അതിനെക്കാട്ടി ഏറ്റവും എളുപ്പമാണ് ഇത് നിങ്ങൾക്ക് ചെയ്യണം. ഇനി നിങ്ങൾക്കൊരു HTML ഫോം അല്ലെന്നുണ്ടെങ്കിൽ ഒരു HTML കോഡാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക കോഡ് ഫോർ HTML ഫോം വിത്ത് യൂസർ നെയിം, പാസ്വേഡ്, username, password and a submit button. ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ നിൽക്കുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ കോഡ് കിട്ടും. കണ്ടോ, ഫോം, ആക്ഷൻ, ലോഗിന്, യൂസർ നെയിം, പിന്നെ അതിന് ശേഷം പാസ്വേഡ്, പിന്നെ ഒരു സബ്മിറ്റ് ബട്ടൺ. കണ്ടോ, ഇത്രയും നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടി. നിങ്ങൾ ജസ്റ്റ് ഇരുന്ന് ടൈപ്പ് ചെയ്യണതിന് പകരം
ഈ ഒരു ഫോം ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒരു HTML നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അപ്പം തന്നെ അതിൻ്റെ ഒരു കോഡെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് കിട്ടും. ഇതിൽ കൂടുതൽ വലിയൊരു എന്താ പറയുക, ഒരു റെവല്യൂഷൻ നമുക്ക് ഇതിൽ പറയാനില്ല. ചാറ്റിംഗ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് ആണെന്നുണ്ടെങ്കിലും AI ഒരു വലിയൊരു റെവല്യൂഷനാണ് ഈ ഒരു ChatGPT വന്നോടെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ബ്ലോഗ് എഴുതണമെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതാം. ഒരു സ്ക്രിപ്റ്റ്, ഒരു യൂട്യൂബിൻ്റെ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് എഴുതാം. യൂട്യൂബിൽ നിങ്ങൾക്ക് സപ്പോസ് നിങ്ങൾക്ക് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, ആ ഒരു വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എഴുതി തരും. ഒരു ബ്ലോഗ് എഴുതണമെങ്കിൽ അത് പറഞ്ഞു തരും. ഇനി ഇതിൻ്റെ അകത്ത് കോംപ്ലക്സ് സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ലൈക്ക് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഗേൾഫ്രണ്ടിനെ പ്രപ്പോസ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അത് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യണോ, അസൈൻമെന്റ് എഴുതണോ, ജസ്റ്റ് ഇതിൻ്റെ അത് ക്വസ്റ്റ്യൻ ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ആ ഒരു റിപ്ലൈ ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്. നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയാണോ നിങ്ങൾക്ക് റിപ്ലൈസ് തരുന്നത് അതേപോലെ തന്നെയാണ് ഈ ഒരു ChatGPTക്ക് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. ഈ ChatGPT എന്ന് പറയുന്നത് AI ടെക്നോളജിയിൽ ഒരു വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വേറൊരു റെവല്യൂഷൻ്റെ അത് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. സ്റ്റാക്ക് ഓവർഫ്ലോയിൽ പോകുന്നതിന് പകരമൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ അകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സിൻടാക്സ് എറർ എല്ലാം അത് കണ്ടുപിടിച്ച് തരും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു HTML പേജ്, ഒരു വെബ്സൈറ്റ്, ഒരു പോർട്ട്ഫോളിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ അത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യേണ്ട ആവശ്യം കുറഞ്ഞു വരികയാണ്. ഇതിപ്പം ജസ്റ്റ് ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ആഫ്റ്റർ 10 years എന്തായിരിക്കും എന്നുള്ളത്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഇതെങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. 10 വർഷം കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് തന്നെ വാട്ട് ഈസ് ദയർ ഇൻ മൈ മൈൻഡ് ഈസ് ലൈക്ക് നമുക്ക് ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ഒരു AI ടെക്നോളജി വെച്ചിട്ട് ഇപ്പം നമുക്കൊരു HTML ഫോം നമ്മളിപ്പോൾ പറയുന്നതിനനുസരിച്ച് അതിനനുസരിച്ചുള്ള കോഡ് കിട്ടുന്നുണ്ട്. അതിപ്പം നമ്മളെ ഗിറ്റബിൻ്റെ കോപ്പൈലറ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോഡുകൾ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഉള്ള കോഡ് വെച്ചിട്ട് അത് പഠിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും. എൻ്റെ മനസ്സിലുള്ളതാണ്, ഡെവലപ്പേഴ്സിൻ്റെ എണ്ണം കുറഞ്ഞു വരും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഇപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കോഡ് ഒരു എന്താ പറയുക ചാറ്റ് ബോട്ടിൻ്റെ അടുത്ത് ചോദിച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളവരെ ഹയർ ചെയ്യേണ്ട എണ്ണം കുറഞ്ഞു വരികയാണ്. ആ ഒരു ഹയറിങ്ങിൻ്റെ ഇത് കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ AI ഫീൽഡിലും ബ്ലോക്ക് ചെയിനിലും Web3യിലുമാണ് ഏറ്റവും കൂടുതൽ റെവല്യൂഷൻസ് വരാൻ പോകുന്നത്. ഈ ഒരു നമ്മളെ ഈ വെബ് ഡെവലപ്മെന്റ് ആണെങ്കിലും മൊബൈൽ ഡെവലപ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക ഒരു ഹൈപ്പ് കുറഞ്ഞു വരികയാണ്. ലൈക്ക് ഇപ്പം നമുക്ക് ഓൾറെഡി കോഡുകൾ അവൈലബിൾ ആണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ് ടെക്നോളജിയിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആൾക്കാരുടെ എണ്ണം ഇനി കുറഞ്ഞു വരും. ഇങ്ങനെയൊക്കെയുള്ള ഓരോ ടെക്നോളജികൾ വരുമ്പോഴത്തേക്കും അതിൻ്റെതായ പോസിറ്റീവ് കാര്യങ്ങളുണ്ട്, അതിൻ്റെതായ നെഗറ്റീവ് കാര്യങ്ങളുണ്ട്. പല ഫീൽഡിൽ നിന്നും പല ആംഗിളിൽ നിന്നും നമ്മൾ ആലോചിക്കുമ്പോഴത്തേക്കും പല പോസിറ്റീവ് ഫീഡ്ബാക്സും ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്സും ഉണ്ട്. അപ്പോൾ ഇതാണ് ChatGPT എന്ന് പറയുന്നത്. ഈ ഒരു ടോപ്പിക് റിലേറ്റഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Till then.